തിരുവനന്തപുരം ബ്രൈമൂരിലെ വനം കൊള്ളയിൽ നടന്നത് ഉന്നത ഗൂഢാലോചന. റബ്ബർ മരങ്ങൾ മുറിക്കാനെന്ന പേരിൽ നേടിയ അനുമതി വഴി ചന്ദനം ഉൾപ്പെടെയുള്ള അമൂല്യ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. മരം മുറിക്കാൻ അനുകൂല റിപ്പോർട്ട് നൽകിയ മുൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി മരമുറി കരാറിൽ പങ്കാളിയായെന്ന് കരാറുകാരിലൊരാളായ ഷാജഹാൻ 24-നോട് പറഞ്ഞു. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ബ്രൈമൂർ എസ്റ്റേറ്റിൽ നടന്ന മരംകൊള്ളയ്ക്ക് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന. റബ്ബർ മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിയ വനം ഉദ്യോഗസ്ഥൻ കരാറുകാരനായി മാറി. കോടികളുടെ അമൂല്യ മരങ്ങൾ മുറിച്ചു കടത്തിയ തിരക്കഥ കരാറുകാരൻ തന്നെ വെളിപ്പെടുത്തുന്നു. സുധീഷ് കുമാറാണ് അവിടെ ആറുവറ്റിരുന്നത്. സുധീഷ് കുമാർ ഈ കള്ളത്തരത്തിൽ പല പേപ്പറുകളും റെഡിയാക്കി എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അതിൽ കള്ള പേപ്പറുകളെല്ലാം ഉണ്ടാക്കി ഉദ്യോഗസ്ഥന്മാരെ മൗനാനുവാദത്തിലാണ് അവിടെ ഈ റബ്ബർ മരങ്ങൾ ഇപ്പം മുറിച്ചുകൊണ്ട് പോകുന്നത്. ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയ ശേഷം തെളിവ് നശിപ്പിച്ചു. കൊച്ചുവിള റിയാസിന്റെ സഹായത്തോടുകൂടി ചന്ദന മരങ്ങളും മറ്റുള്ള മരങ്ങളും അവിടെ നിന്ന് മുറിച്ച് മൂട് സഹിതം അവിടെ നിന്ന് കടത്തുന്നുണ്ട്. മരം മുറിക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും പരിശോധനയില്ല. കൊച്ചുവിള റിയാസിന്റെ ആണ് അവിടെ ലോറിയും ഇറ്റാച്ചിയും കൂടുതൽ അവിടെ കിടന്ന് ചെയ്യുന്നത്. അത് അവിടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. റേഞ്ചർ ആളാണ്. അനധികൃത മരമുറി എതിർത്തതോടെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് കരാറുകാരൻ പറയുന്നത്. ഒരു റേഞ്ച് ഓഫീസർ മാത്രം വിചാരിച്ചാൽ എങ്ങനെയാണ് സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ മരം കൊള്ള നടക്കുക? ഇതിനെല്ലാം മൂഖസാക്ഷിയായി വകുപ്പ് മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഭയന്ന് എല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.